ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വത്തിന്റെ വിശേഷങ്ങളാണ്. ചിത്രത്തിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഓണം റിലീസായിട്ട് എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോയിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് മാളവിക മോഹനാണ്. അവരുടെ വാക്കുകളിലൂടെയാണ് ഹൃദയപൂർവ്വം എന്ന ഈ ചിത്രം ഓണത്തിന് തിയേറ്ററുകളിൽ എത്തും എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് അവരുടെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. എൻ്റെ ഫേവറേറ്റ് ഫിലിം ചെറുപ്പത്തിൽ പട്ടണപ്രവേശമായിരുന്നു. സോ ടു വർക്ക് വിത്ത് ദ സെയിം കോംബോ ലാലേട്ടൻ ആൻഡ് സത്യൻ സർ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അതൊരു സർറിയൽ ഫീലിംഗ് ആണ്. ആൻഡ് എനിക്ക് വേണ്ടി വർക്കിംഗ് വിത്ത് ടു ഐക്കോൺസ് ഓഫ് മലയാളം ഇൻഡസ്ട്രി ഒരു വളരെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഓണം റിലീസാണ്. ഐ എം എക്സൈറ്റഡ്. ഓണം റിലീസ്. താങ്ക് യു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മാളവിക മോഹന്റെ ഈ വാക്കുകൾ വളരെ സന്തോഷം തരുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോ എന്തായിരുന്നാലും വരുന്ന ഓണത്തിന് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രവും തിയേറ്ററുകളിൽ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മുടെ നടൻ പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്. ഹിറ്റ് നടനും ഹിറ്റ് സംവിധായകനും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ ജിതിൻ ലാൽ, സംവിധായകൻ ജിതിൻ ലാലും തമ്മിലുള്ള ഒരു പ്രോജക്റ്റ് വരുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ജിതിൻ ലാൽ എന്ന സംവിധായകൻ ആരാണെന്ന് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാം. ടൊവിനോ തോമസ് നായനായിട്ടെത്തിയ അജയന്റെ രണ്ടാം മോഷണം അഥവാ ARM എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ജിതിൻ ലാൽ. അപ്പോ നമ്മുടെ പൃഥ്വിരാജും ജിതിൻ ലാലും ഒന്നിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ജിതിൻ ലാലും അതുപോലെ തന്നെ പൃഥ്വിരാജും തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാരും ചേർന്ന ഒരു ഫോട്ടോയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ ജോണറിലുള്ളതോ അല്ലെങ്കിൽ എപ്പിക് ഫാന്റസി ജോണറിലുള്ളതോ ആയിട്ടുള്ള ചിത്രമായിരിക്കും ഇവരുടെ കൂട്ടുകെട്ടിൽ വരുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുജിത് നമ്പ്യാരും അതുപോലെ തന്നെ ജിതിനും ARMന് ശേഷം ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ടാകും. ഇപ്പോ നമ്മുടെ പൃഥ്വിരാജ് തെലുങ്ക് സൂപ്പർ താരമായിട്ടുള്ള മഹേഷ് ബാബു നായകനായിട്ടെത്തുന്ന രാജമൗലി ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായിട്ടെത്തുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. ത്രില്ലർ മോഡിലാണ് വിലായത്ത് ബുദ്ധ എന്ന ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. അപ്പോ വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളുടെയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഷാഹി കബീർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമായിട്ടുള്ള റോന്ത്. നമ്മുടെ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് റോന്ത്. ഈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 13-നാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ജോജു ജോർജ് നായകനായിട്ടെത്തിയ ജോസഫ്, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടെത്തിയ നായാട്ട്, അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ ചിത്രങ്ങളുടെയൊക്കെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഷാഹി കബീറാണ്. ഷാഹി കബീറിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം പോലീസ് സ്റ്റോറികളാണ്. അതുകൊണ്ട് തന്നെ റോന്ത് എന്ന ഈ ചിത്രവും ക്രൈം ത്രില്ലർ മൂഡിലെത്തുന്ന ഒരു ചിത്രമാണ്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. ഇവരുടെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും ഇതിലെ ആത്മസംഘർഷങ്ങളും ചിത്രത്തിൽ പ്രമേയമാകും. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള പോലീസ് സ്റ്റോറികളാണ് ഷാഹി കബീർ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോന്ത് എന്നുള്ള ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിനായി കാത്തിരിക്കുന്നത്. അനിൽ ജോൺസനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. അതുപോലെ തന്നെ രതീഷ് അമ്പാട്ട്, രഞ്ജിത്ത് EVM, ജോജോ ജോസ്, വിനീത് ജെയിൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി ജൂൺ 13-ന് സിനിമ കണ്ടതിന് ശേഷം നമുക്ക് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ദ്രജിത് സുമാരനും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 23-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഹൈലൈൻ പിക്ചേഴ്സിന്റെ ബാനറിൽ പ്രകാശ് ഹൈലൈൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അർജുൻ T. സത്യനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ. PS ജയഹരിയാണ് ഈ ചിത്രത്തിൽ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോ ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി റിലീസിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ ഒത്തിരി സിനിമകളുടെ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ സിനിമയുടെ നായകനായിട്ടുള്ള പ്രദീപ് രംഗനാഥനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രേമലുവിലെ നായികയായിട്ടുള്ള മമിത ബൈജു നായികയായിട്ട് എത്തുന്ന ഡ്യൂഡേ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പൊ 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലവ് ഇൻഷുറൻസ് കമ്പനി അഥവാ ലെഗ് എന്ന അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രം സെപ്റ്റംബർ 18-ന് തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃതി ഷെട്ടിയാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് നമ്മുടെ നയൻതാരയുടെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള റൗഡി പിക്ചേഴ്സും ലളിത് കുമാറിന്റെ 7 സ്ക്രീൻ സ്റ്റുഡിയോയും ചേർന്നാണ് തിയേറ്ററുകളിൽ ഈ ചിത്രം എത്തിക്കുന്നത്. വിഘ്നേഷ് ശിവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു ഫാൻസി പ്രണയ ചിത്രമായിട്ടാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോ ഡ്രാഗൺ എന്ന ആ ഒറ്റ ഹിറ്റിലൂടെ കോളിവുഡ് തൂക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രദീപ് രംഗനാഥൻ. അപ്പോ എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.